ഏകോപനത്തിലെ വീഴ്ച വ്യക്തമാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഇന്ന് പുലർച്ചെ ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി മാത്രമേ പൂന്തുറ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ കഴിയും ഐരാണിമുട്ടത്തെത്താൻ. അവിടെ നിന്ന് വീണ്ടും 1-1.5 മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ പലയിടങ്ങളിലേക്കും താഴ്ന്ന ഇടങ്ങളിലേക്കും വെള്ളം എത്താനുള്ള സാധ്യതയുള്ളൂ. അരുൺ സോളമൻ, വെള്ളം പമ്പ് ചെയ്തു തുടങ്ങിയ വിവരം അവരെ നമുക്ക് അറിയിക്കാം. എന്താണ് അവരുടെ പ്രതികരണം എന്നുകൂടി വളരെ വേഗത്തിലുള്ള പ്രതികരണം എടുത്ത് മടങ്ങി വരാം. തീർച്ചയായിട്ടും അമ്മ, ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പമ്പിന്ന് ഇവിടെ വന്നില്ലല്ലോ വെള്ളം വരാതെ പിന്നെ എങ്ങനെ പമ്പിന്ന് വെള്ളം എടുക്കും? ഇവിടെ പൂന്തറയിൽ വന്നിട്ടില്ല വെള്ളം വരാതെ എവിടെ നിന്ന് ഞങ്ങൾ വെള്ളം? നാളെ പുലർച്ചയോടുകൂടി എത്തുമെന്നുള്ളതാണ് അറിയുന്ന വിവരം. എവിടെ നിന്ന് വെള്ളം വരാൻ? നാളെ വരികയാണെങ്കിൽ കണ്ടപ്പോൾ നോക്കാം. വെള്ളം വന്നില്ല, വരാതെ എവിടെ പറയാൻ പറ്റും? വെള്ളം നിങ്ങൾ വിട്ടാലല്ലേ വെള്ളം ഇവിടെ വരുവുള്ളൂ. പിന്നെ വരാതെ എവിടെ നിന്ന് വെള്ളം വരുമെന്ന് പറയാൻ? ഇത്രയും സ്ഥലമുള്ള ഇത്ര വലിയ പ്രദേശത്ത് ഒരു സ്ഥലത്ത് വെള്ളം കൊണ്ടുവന്നു ഇവർ പറയുന്നു. വെള്ളം കൊണ്ടുവന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എത്ര പേർക്ക് വെള്ളം കിട്ടും? ഇപ്പോൾ കിട്ടുന്നിടത്ത് തന്നെ പറയുന്നത് നമ്മൾ ഈ കുടത്തിലും ബക്കറ്റുകളിലും എടുക്കുന്നവർക്ക് 1/2 ബക്കറ്റ് അല്ല 1 ബക്കറ്റ് ഇല്ലെങ്കിൽ 1/2 കുടം ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നതാണ് പറയണത്. ഇത് എല്ലായിടത്തും വരികയില്ല. ഇത് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് വെള്ളം കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പാതിരാത്രി വരുമ്പോൾ ഈ വെള്ളത്തിന് വേണ്ടി എത്ര ആൾക്കാർ മുളിച്ചിരിക്കും? വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നാളെ പുലർച്ചയോടുകൂടി തന്നെ എത്തും എന്നുള്ളതാണ്. പുലർച്ചയോടെ എത്തും. ഇന്ന് പുലർച്ചയോടെ എത്തുന്നത് നമ്മൾ പണിക്ക് പോകാതിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പണിക്ക് പോകാൻ പറ്റി? പുലർച്ചെ എത്തിയിട്ട് ആൾ ചത്തതിന് ശേഷം വെള്ളം കിട്ടുന്ന കാര്യമുണ്ടോ? ആൾക്കാർക്ക് ദാഹമുള്ള സമയത്ത് വെള്ളം കൊടുക്കണം. അല്ലാതെ പിന്നെ ചുമ്മാ വെള്ളം കൊടുത്തില്ലേ? ഇന്നതാ ഇത്ര ഈ കണ്ണാസ് വരെ ഈ കണ്ണാസുകളെല്ലാം അവിടെ വന്നിട്ടിരിക്കുന്നത്. ദിവസം പണിക്ക് പോകണമെങ്കിൽ നമ്മൾ 7-8 കണ്ണാസ് വെള്ളം എടുത്തിട്ടുണ്ടോ? 10, 12, 20, 25 പേരോളം പണിക്ക് പോകുന്ന സ്ഥലത്ത് ഇത്രയും വെള്ളം പോലാതെ എന്തിനും നമുക്ക് ആഹാരം വേണ്ട. ഉൾക്കടലിൽ പണിക്ക് പോകണം. ഞങ്ങൾക്ക് ഈ ദാഹജലമെങ്കിലും വേണ്ടേ? ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലാതെ ആഹാരം കൊണ്ടല്ല ജീവിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അറിയാം. പറഞ്ഞ എത്രയൊക്കെ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് പുലർച്ചയോടുകൂടി വെള്ളം എത്തുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് വിശ്വസിക്കാം. ഇന്ന് കിട്ടിയാൽ തന്നെ ഞങ്ങളുടെ ആണുങ്ങൾ മത്സ്യത്തൊഴിലാളി പണിക്ക് പോകണത്. ഇന്ന് വെള്ളം ഇല്ലെങ്കിൽ ആരും പണിക്ക് പോകില്ല. അപ്പോൾ എത്ര കുടുംബങ്ങൾക്കും പശനിയാഴത്ത് മരിക്കും. അവർ പണിക്ക് പോയാൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആഹാരത്തിനൊക്കെ പൈസ ആയിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് ശമ്പളമൊന്നും ഇല്ലല്ലോ മോനെ. ഞങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ ആ പൈസ വെച്ച് തിന്നിട്ടിരിക്കും. പിന്നെ ഞങ്ങൾ പണിക്ക് പോകുന്നതിന് 2 ദിവസം ഈ 2 ദിവസത്തിന് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പണിക്ക് പോകുന്നതിന് വേണ്ടി കടകളിൽ ചെന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. കടകളിൽ ചെന്ന് വെള്ളം ഹോൾസെയിൽ കടകളിൽ ചെന്ന് എടുത്തപ്പോഴത്തേക്ക് വരെ ആദ്യം 90 രൂപയ്ക്കും വാങ്ങിച്ച് 100 രൂപയ്ക്കും വാങ്ങിച്ചവരുണ്ട്. ഞാൻ വെള്ളിയാഴ്ച ചെന്ന് വാങ്ങിച്ചപ്പോൾ ഒരു കടയിൽ 85 രൂപ എടുത്തത് ഇന്ന് പോയപ്പോഴത്തേക്ക് 170 രൂപ 160 രൂപ വരെ ഒരു കാർട്ടൺ വെള്ളത്തിന് എടുക്കുന്നുണ്ട്. ഈ ഇത്ര രൂപ കൊടുത്താൽ ഇവിടെ ചാക്കുകളെല്ലാം അടിക്കുകയും വേറെ വീട്ടിൽ കുടിവെള്ളത്തിന് വേണ്ടി കടകളിൽ നിന്ന് പൈസ പോലും നോക്കാതെ. അരുൺ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ വെള്ളം ഇവർ ഇത്തരത്തിലൊരു ജല ദൗർലഭ്യം ഇത്തരത്തിലല്ലെങ്കിൽ ഈ ജലവിതരണം മുടങ്ങിയപ്പോൾ ഇവർ പുറത്തു നിന്ന് വെള്ളം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് 85 രൂപയ്ക്ക് വാങ്ങിയിരുന്ന വെള്ളം ഇപ്പോൾ 170 രൂപയായി എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ. അതായത് അരുൺ സോളമൻ, അവിടെയും അവരെ ചൂഷണം ചെയ്യാൻ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ദൈനംദിന ജീവിതം താറുമാറായി, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതായി. എന്നാൽ കടകളിൽ നിന്ന് വെള്ളം വാങ്ങാമെന്ന് വെച്ചാൽ അത് ഇരട്ടി വിലയാക്കി മാറ്റിയല്ലേ? തീർച്ചയായിട്ടും വിനിത, ഈ ഒരു സാഹചര്യത്തിൽ കടകളിലും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ജലവിതരണം മുടങ്ങിയപ്പോൾ ആ ജലവിതരണം മുടങ്ങിയത് വലിയൊരു പാളിച്ചയാണ്. നഗരസഭയിൽ വലിയൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ മേയറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കടക്കാർ അടക്കം ഈ ജലവിതരണത്തിൽ ഇത്തരത്തിൽ വലിയൊരു പാളിച്ച ഉണ്ടായപ്പോൾ കൊടുക്കുന്ന മിനറൽ വാട്ടർ പോലും വില കൂട്ടിയിരിക്കുന്നു. 170 രൂപ എന്ന് പറയുന്നത് 2-3 ഇരട്ടി വില കയറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഇവർ പങ്കുവെക്കുന്നൊരു കാര്യമുണ്ട്. ദാഹിക്കുമ്പോഴാണ് ദാഹജലം കൊടുക്കേണ്ടത്. ഇന്ന് പുലർച്ചയോടുകൂടിയും വെള്ളം എത്തിയാലും അതൊരു പരിഹാരമാവില്ല. കഴിഞ്ഞ 4 ദിവസമായിട്ട് പൂന്തുറയിലെ നിവാസികൾ വെള്ളമില്ലാതിരിക്കുന്നു. ആദ്യം കേരള വാട്ടർ അതോറിറ്റി പുറത്തുവിട്ട 2-ാം തീയതി പുറത്തുവിട്ട പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത് 5-ാം തീയതി രാവിലെ 8 മണി തൊട്ട് 6-ാം തീയതി രാവിലെ 8 മണി വരെയാണ് ജലവിതരണം മുടങ്ങുക. അതായത് 24 മണിക്കൂറാണ്. അതിപ്പോൾ നമ്മൾ പറയുന്നത് 2 ദിവസമായി, പിന്നെ അതിപ്പോൾ 4 ദിവസമായിരിക്കുന്നു. അങ്ങനെ 48 മണിക്കൂറുകൾ. ഇപ്പോൾ 4-ാമത്തെ ദിവസം കഴിഞ്ഞ് 5-ാമത്തെ പുലർച്ചെ എത്തുമ്പോൾ വെള്ളം കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു പരിഹാരമല്ല എന്ന് തന്നെയാണ് പൂന്തുറയിലെ നിവാസികൾ പറയുന്നത്. അവർ അത്രമാത്രം വിഷമകരത്തിലൂടെയാണ് ജീവിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ പൂന്തുറയിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ മക്കളെ നാളെ എങ്ങനെ സ്കൂളിലേക്ക് വിടും എന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു. അവർ അറിഞ്ഞിട്ടില്ല. നാളെ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച കാര്യം പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനോ പാചകം ചെയ്യാനോ അതോടെ മറ്റു കുളിക്കാനോ ഉള്ള വെള്ളം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെയും പറഞ്ഞതാണ്,
തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഈ 44 വാർഡുകളിലും കുടിവെള്ളം എത്തിക്കും, വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിക്കുമെന്നുള്ളതാണ്. പക്ഷേ പൂന്തുറ ഈ മേഖലകളിലൊന്നും തന്നെ, വലിയതുറ പൂന്തുറ മേഖലകളിലൊന്നും തന്നെ വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിച്ചില്ല എന്നുള്ളത് അതീവ ഗുരുതരമായുള്ള ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി അർദ്ധരാത്രിയോടെ വെള്ളം എത്തുമോ എന്നൊരാശങ്കയും ബാക്കിയുണ്ട്. ഏതായാലും താൽക്കാലിക പരിഹാരമാകുന്നു എന്ന് തന്നെയാണ് മേയർ പറയുന്നത്.